തീർച്ചയായും ഈ അവസരത്തിൽ അവരുടെ വാക്ക് കേൾക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അവരോട് ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. എന്റെ പേര് അബു മേഖൽ. ഞാൻ പ്രധാനം സെന്റ് മേരീസ് മലകര കാലേജ് ശാഖകളാകുന്നു. ഞങ്ങളുടെ വിവാഹം 2018 ഞങ്ങളുടെ 8 മാസം പ്രായമായ കുട്ടിയുണ്ട്. അങ്ങനെ എനിക്ക് ലാസ്റ്റ് സെപ്റ്റംബർ മാസം അവസാനം ഞങ്ങളുടെ ഡാക്ട് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു സൊല്യൂഷൻ ഉപയോഗിക്കുകയും വിഷവാതക ശ്വസിക്കുകയും എൻ്റെ 2 ലങ്സ് പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. തുടർന്ന് ദുബായ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുകയും അവിടെ ക്രിട്ടിക്കലായ സ്റ്റേജിൽ ഞാൻ വെന്റിലേറ്ററിൽ നിന്നും എക്മോയുടെ സഹായത്തോടുകൂടി നീണ്ട 58 ദിവസം കടന്നുപോയി. ഏതാണ്ട് 45 ദിവസത്തോളം ഞാൻ വെന്റിലേറ്ററിലായിരുന്നു. അതിനുശേഷം ബോധം വന്നു. ആ സമയത്തൊക്കെ എനിക്ക് എന്റെ ശരീരത്തിന്റെ ബലം നഷ്ടപ്പെടുകയും പൂർണ്ണമായും നിശ്ചലാവസ്ഥയിലായിരുന്നു. ആഹാരമൊക്കെ ട്യൂബിലൂടെ ഒക്കെ തന്ന് ഞാൻ അങ്ങനെ കഴിഞ്ഞുകൂടുകയായിരുന്നു. പിന്നെ എന്താണ്, ദൈവം എന്നെ നടത്തി. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എനിക്ക് ഏറ്റവും വിഷമമുണ്ടായിരുന്നത് എന്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റത്തില്ല എന്നുള്ളൊരു വിഷമം ഭയങ്കരമായിരുന്നു. ആ ഒരു കുഞ്ഞിന്റെ അടുത്തേക്ക് വരണം എന്നുള്ള ആ വിചാരത്തോടു കൂടി ഞാൻ ഒരുപാട് ദൈവത്തെ കുറിച്ച് ദൈവത്തിന്റെ പ്രാർത്ഥന കേട്ടു. ഒറ്റയ്ക്കായി പോയപ്പോൾ തളർന്നു പോയപ്പോൾ എല്ലാം ദൈവം കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ദൈവത്തെ കുറിച്ച് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുകയും എനിക്ക് എന്നെ ബലപ്പെടുത്തുകയും ചെയ്തു. ഈ അവസരത്തിൽ എന്നെ നടത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ എന്നെ കാണുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ആർക്കും പ്രതീക്ഷയില്ലായിരുന്നു, ഞാൻ തിരിച്ചു വരുന്നു. അച്ഛനോട് പറഞ്ഞു, മോനെ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഞാൻ അത്ഭുതം കണ്ടുവന്നാണ്. ഞാൻ ഇന്ന് ഒരു അത്ഭുതമാണ്. എന്നെ കാണാൻ വന്ന എല്ലാവരും എന്നോട് പറഞ്ഞു, നീ ഒരു അത്ഭുതമാണ്. ദൈവത്തിന്റെ നീ എനിക്കായി നിന്നെ ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവം എന്നിലൂടെ എന്റെ കുടുംബത്തിന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ഈ അവസരത്തിൽ എനിക്ക് നന്ദി പറയേണ്ടത് എന്നെ ചേർത്ത് പിടിച്ച എന്റെ കുടുംബത്തിനോടും എന്നെ പരിശീലിച്ച ദുബായ് ഹോസ്പിറ്റലിലെ നേഴ്സസിനും ഡോക്ടേഴ്സിനുമാണ്. അതുപോലെ തന്നെ ഈ ഇടവക കൂട്ടായ്മ അനേക കാര്യങ്ങൾ എനിക്ക് പ്രാർത്ഥിച്ചു. ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേര് എനിക്ക് പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ പ്രാർത്ഥന കൂട്ടായ്മ, ഞാനിവിടെ ലുധീന ഏരിയയിലാണ് താമസിക്കുന്നത്. ഷാജ ലുധീനയിലാണ് താമസിക്കുന്നത്. അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ലുധീന പ്രാർത്ഥന ഉള്ളത് എന്റെ വീട്ടിൽ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും നീണ്ട 58 ദിവസങ്ങളും ഞാൻ 50 ദിവസം ഹോസ്പിറ്റലായിരുന്നു. 58 ദിവസം അവരെന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കും. എന്റെ കൊച്ചിനെ അന്വേഷിക്കും. ഞാനില്ലാത്തൊരു കുറവ് എന്റെ വീട്ടിൽ ഉണ്ടാകാൻ ആരും അനുവദിച്ചു. പ്രത്യേകിച്ച് എന്നെ ഒരു സഹോദരനെ പോലെ കൈപിടിച്ച് നടത്തിയ അനുജ, അതുപോലെ അനുമ സിസ്റ്റർ, രാജേഷ് സിസ്റ്റർ, തോമസ് അങ്കിൾ, ഒരുപാട് പേരുണ്ട്. എന്റെ പപ്പായമ്മയൊക്കെ തളർന്നു പോലും എല്ലാവരെയും ചേർത്ത് പിടിച്ച് കൂടെ നിൽച്ച് എന്റെ വൈഫിന്റെ പ്രാർത്ഥനയാണ്. അവിടെ വീണ് കൂടാതെ നീട്ടുന്നതാണ് ഞാൻ ആലോചിച്ചു. ദൈവത്തിന്റെ പദ്ധതി പോലെ എല്ലാം ദൈവം എല്ലാവരെയും എന്റെ കമ്പനിയിലെ എന്റെ ആവശ്യത്തിന് എല്ലാവരെയും കൊണ്ടുവന്നു. പിതാവ് വരെ എനിക്ക് കുർബാനമാണ്. ഞാൻ വിളിച്ചപ്പോൾ എന്റെ ദൈവം വിളിക്കുകയും എന്റെ ജീവനെ പാതാളത്തിന് ഞാൻ ദൈവം ഉയർത്തി. ഞാൻ കടപ്പെട്ടു. ഈ സമുദായത്തിനോട് എനിക്ക് തീർത്താത്തില്ലാത്ത നന്ദിയുണ്ട്. വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്ന അല്ല ഒന്നും. ദൈവനാമത്തിന് മാത്രം വലിയൊരു വീട്ടിൽ നിന്ന്
പോലെ പ്രസക്തമായി ബന്ധപ്പെട്ട ഒരുപാട് സഹോദരിമാരെ സ്നാനം അവരുടെ പിതാവിനെ അഭ്യർത്ഥിക്കുമായിരുന്നു. ഡിസ്ചാർജ് ഒരാഴ്ച മുമ്പ് ഡോക്ടേഴ്സ് നിശ്ചയിച്ചത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം ലിവർ എന്നുള്ളതാണ്. അത് നമ്മുടെ ഇവിടെ നടക്കുന്നത് അബുദാബിയിലെ ക്ലീവ്ലാൻഡ് ഹോസ്പിറ്റൽ മാത്രമാണ്. എത്ര കോടികളാണ് അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ ഊഹിക്കാം. അവിടെയാണ് ദൈവം അവസാന ദിവസം ആ മകനെ എക്സ്റേ എടുത്തപ്പോൾ ആ ഡോക്ടേഴ്സ് ഒക്കെ വിശ്വസിക്കാൻ വയ്യാത്തതുപോലെ വലിയൊരു ലാൻസ് ദൈവം വെച്ചു കൊടുത്തു. സിജിയുടെ കമ്പനിയിലും ഒട്ടുമേ പ്രാർത്ഥനയും കാണുമായിരുന്നു. ഇത് നല്ല വിശ്വാസമായിരുന്നു. എന്നെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ കണ്ണുനീര് സ്വീകരിക്കുന്ന തമ്പുരാൻ അത് കേൾക്കുന്ന നല്ല വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് ഞങ്ങൾ കൊടുത്തു. അങ്ങനെയാണ് സിജിയുടെ വലിയ പ്രാർത്ഥന അതേപോലെ നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ സെബീരിയസ് പ്രാർത്ഥന കൂട്ടായ്മ അറിയാതെ തന്നെ ഒരാളാണെങ്കിൽ 2 പേരാണെങ്കിൽ 10 പേരാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരത്ത് കൃത്യമായി സമയം കണ്ടെത്തി രാജേഷിന്റെ നേതൃത്വത്തിൽ അവരുടെ പ്രാർത്ഥന നടത്തുന്നു. ഈ ഒരു സൗഖ്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്.